ഹലോ ഫ്രണ്ട്സ്, റോക്ക് സ്റ്റാർ സീരിയലിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ചെറിയൊരു ഓണാഘോഷ പരിപാടിയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുളിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അമ്പലത്തിലൊക്കെ പോയ ശേഷം പൂക്കളം ഇടാനുള്ള ഒരുക്കങ്ങളാണ്. ഇപ്രാവശ്യം പൂക്കളം കംപ്ലീറ്റ് ആയിട്ട് പിള്ളേരുടെ വകയാണ്. പിള്ളേരാണ് പൂക്കളം ഇടുന്നത്. അത്യാവശ്യം ഗൈഡ് ലൈൻസ് ആയിട്ട് ഞാൻ ഒന്ന് വരച്ചു കൊടുത്തു. ബാക്കിയെല്ലാം പിള്ളേരെ കൊണ്ട് തന്നെ ചെയ്യിച്ചു കേട്ടോ. ഇപ്രാവശ്യം ഈ തലമുറയിലെ പിള്ളേർ ഇതൊക്കെ ശീലിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ എത്രത്തോളം മോഡേൺ ആയാലും നമ്മുടെ പാരമ്പര്യവും നമ്മുടെ പൈതൃകവും ഒരിക്കലും കൈവിടാതെ സൂക്ഷിക്കണം. ഓരോ ആഘോഷങ്ങൾ വരുമ്പോഴും ഇതിനുള്ള ശ്രമങ്ങൾ ഞാൻ എടുക്കാറുണ്ട് കേട്ടോ. കാര്യങ്ങളൊക്കെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാനും എല്ലാം നമ്മൾ ശ്രമിക്കാറുണ്ട്. നമ്മൾ മലയാളികൾക്ക് ഇതൊന്നും ഇല്ലാതെ എന്ത് ആഘോഷമല്ലേ. അമ്മയും അനിയനും ഫാമിലിയും ഒക്കെ ഗൾഫിലാണുള്ളത്. അവരുടെ ഓണാഘോഷം കാണുമ്പോൾ കേരളത്തെക്കാളും ഓണാഘോഷം ഇപ്പോൾ ഗൾഫിലാണെന്ന് തോന്നിപ്പോവും. ഇന്നത്തെ ദിവസം കമ്പ്യൂട്ടറും ടാബ്ലറ്റ് PC-യും ഒക്കെ മാറ്റിവെച്ച് ഗെയിമെല്ലാം മാറ്റിവെച്ച് ഫുള്ളായിട്ട് ഓണത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനാണ് പിള്ളേരോട് ഞാൻ പറഞ്ഞത്. കുട്ടികളും വളരെ ഇൻട്രസ്റ്റോടെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ കളർ കോമ്പിനേഷനൊക്കെ പിള്ളേരെ നിന്ന് തീരുമാനിച്ച് അവർ തന്നെ ഈ കളം ഒരുക്കിയതാണ്. അതുകൊണ്ട് അതിൻ്റെ പെർഫെക്ഷനൊന്നും ഞാൻ നോക്കാൻ പോയില്ല. ഈ എടുക്കുന്ന എഫേർട്ട് തന്നെയാണ് വലിയ കാര്യം. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇതുപോലെ പുറത്തുനിന്ന് വാങ്ങുന്ന ഫ്ലവേഴ്സ് ഒന്നും ഉണ്ടാവാറില്ല. ഈ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒരുപാട് പൂച്ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു. ചെമ്പരത്തിയും തെച്ചിയും മൂക്കുറ്റിയും എല്ലാ ചെടികളും ഈ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മുറ്റമൊക്കെ കോൺക്രീറ്റ് ചെയ്ത് ചെടികളൊക്കെ ചട്ടിയിലായി. അതുകൊണ്ട് തന്നെ പൂക്കളും കുറവാണ്. എങ്കിലും മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ പൂക്കളും വാങ്ങിച്ച് നമ്മൾ ഈ പരിപാടി അടിപൊളിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അങ്ങനെ പൂക്കളൊക്കെ ഒന്ന് സെറ്റായി നല്ല ഭംഗിയിൽ പിള്ളേരത് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഈ കുട്ടിക്കാലത്തുള്ള ഓർമ്മകളാണ് കേട്ടോ നമ്മുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുക. എൻ്റെ കുട്ടിക്കാലത്തെ ഓണാഘോഷവും കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുട്ടികളെ ഞാൻ ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത്. കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ സൂക്ഷിക്കാറുണ്ട്. ചെറുപ്പം മുതലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. വാഴയിലയിൽ പപ്പടത്തോടു കൂടെ വിളമ്പുന്ന ഉഗ്രൻ സദ്യ, അതാണ് ഓണത്തിൻ്റെ ഹൈലൈറ്റ്. പായസത്തോടു കൂടിയ ഉഗ്രൻ സദ്യയും കൂടി ആയപ്പോൾ ഞങ്ങളുടെ ഓണം ഫുൾഫില്ലായി. എപ്പോഴും പിള്ളേർക്ക് പിസയും ബർഗറൊക്കെയാണ് ഇഷ്ടപ്പെടുക. പക്ഷെ ഓണസദ്യ കൂടി ഇഷ്ടപ്പെടുത്തണം. ഇപ്പോൾ കുട്ടികൾ നല്ലോണം അത് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. സദ്യയും കഴിച്ച് പായസം കൂടി കുടിച്ചപ്പോണ്ടല്ലോ വേറൊരു ലെവൽ ഫീലായിരുന്നു. അപ്പോൾ നിങ്ങളും ഇതുപോലെ അടിച്ചു പൊളിച്ച് ഓണം ആഘോഷിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. കാണാൻ പറ്റും ഓണം ഉണ്ണണം എന്നല്ലേ പറയുക. ഏത് പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്യാൻ, മറികടക്കാൻ ഒരു ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു ഉത്സവമാണ് ഓണം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഓണം ആഘോഷിക്കുക, ലൈഫ് അടിച്ചു പൊളിക്കുക. അപ്പോൾ ഞങ്ങളുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. ബൈ.